2025 മാർച്ച് മാസത്തിൽ, മാർച്ച് 25-നോ 26-നോ ആണ് ഡേറ്റ്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, 2025 മാർച്ച് 25-നോ 26-നോ പ്രൊഫസർ KV തോമസ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി അങ്കിത് മിശ്രയെ കാണുന്നു. അദ്ദേഹവുമായിട്ട് കേരളത്തിന്റെ എയിംസ് പ്രശ്നം സംസാരിക്കുന്നു. കിനാനൂരാണ് കേരള ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത് എന്ന കത്ത്, കേരള സർക്കാരിന്റെ കത്ത് ഡോക്ടർ KV തോമസ് അങ്കിത് മിശ്രക്ക്, കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി അങ്കിത് മിശ്രക്ക് കൈമാറുന്നു. അദ്ദേഹം ആ കത്ത് വായിക്കുന്നു. KV തോമസിന് ഉറപ്പ് കൊടുക്കുന്നു. ഏപ്രിൽ 4-ാം തീയതി ഡേറ്റ് ഉൾപ്പെടെ ഫിക്സ് ചെയ്യുന്നു. 2025 മാർച്ച് 25-ന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഏപ്രിൽ 4-ാം തീയതി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സംഘം കിനാനൂർ സന്ദർശിക്കും. അവർ സന്ദർശിച്ചു. എന്നിട്ട് അവർ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സംരക്ഷക് യോജനയിൽപ്പെടുത്തിയിട്ട് അത് അനുവദിക്കാൻ ധനമന്ത്രാലയത്തിന് ശുപാർശ ചെയ്യുന്നു. എന്നാൽ 2025 ജൂലൈയിൽ നേരത്തെ ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിച്ച സബ്മിഷൻ, അദ്ദേഹം മറുപടി മാത്രമേ ഇവിടെ വായിച്ചുള്ളൂ. എന്താ ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞത്? ആ വീഡിയോ കൂടി കേൾക്കാനുള്ള സന്നദ്ധത കൃഷ്ണദാസിനുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം. അത് പാർലമെന്റ് രേഖകളിൽ നിന്ന് ലഭ്യമാണ്, വേണമെങ്കിൽ ഞാൻ കൃഷ്ണദാസിന് അയച്ചു തരാം. ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ, രാജ്യസഭയിൽ പറയുന്നു, കോഴിക്കോട് കിനാനൂരാണ് കേരള സർക്കാർ പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം ആ കിനാനൂർ മാത്രമേ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ താങ്കളുടെ ഗവൺമെന്റ് അവിടെ കൊടുത്ത മറുപടിയിൽ ഈ 4 പേരുകൾ ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ 4 പേരുകൾ 2025 ആവർത്തിച്ചിട്ടില്ല. കാരണം 2025 മാർച്ചിൽ തന്നെ KV തോമസ് കത്ത് കൊടുക്കുകയും ഏപ്രിൽ 4-ന് നിങ്ങളുടെ സംഘം ഈ 4 സ്ഥലത്തും പോകുന്നില്ല, ഒരൊറ്റ സ്ഥലത്ത് കിനാനൂർ മാത്രം വന്ന് നോക്കുകയും ചെയ്യുന്നു. ഇനി അതൊക്കെ പോകട്ടെ, 2025 സെപ്റ്റംബർ 25-ന് 2025 സെപ്റ്റംബർ 25-ന് കൃഷ്ണദാസെ, നിങ്ങൾ നോമിനേറ്റ് ചെയ്ത രാജ്യസഭാംഗം PT ഉഷ, അവരിപ്പോ BJP-യുടെ മെമ്പർ കൂടിയാണല്ലോ, ആ PT ഉഷ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു. ഒന്നല്ല, അവർ ആ മാസത്തിൽ 2-ഓ 3-ഓ കത്തുകൾ PT ഉഷ 2025 സെപ്റ്റംബറിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുക്കുന്നു. എന്താ? അവരുടെ ജന്മജില്ല കൂടിയായ കോഴിക്കോട് കിനാനൂരിൽ ഈ എയിംസ് സ്ഥാപിക്കണം. കേരള സർക്കാർ അത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അസിത, കൃഷ്ണദാസ് നമ്മളോടെല്ലാം ചോദിക്കുന്നത്, ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ആഫീസിൽ പോയിട്ട് നിങ്ങൾ ഈ കിനാനൂരിന്റെ രേഖ എടുത്തു കൊണ്ടുവരണമെന്ന്. കൃഷ്ണദാസ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പോ ഭർത്താവ് മരിച്ചതിന്റെ ഒരു വിഷമത്തിലായിരിക്കും PT ഉഷ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് PT ഉഷയുടെ ഓഫീസിലേക്ക് ഒന്ന് കൃഷ്ണദാസ് വിളിച്ചു ചോദിച്ചാൽ മതി. PT ഉഷ 2025 സെപ്റ്റംബറിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത കത്തിൽ പറയുന്നു, കോഴിക്കോട് കിനാനൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. PT ഉഷയുടെ കത്തിലെ വാചകമാ, സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് വാചകം. എന്തിനാ കൃഷ്ണദാസെ പിന്നെയും ഇങ്ങനെ ഈ വ്യാജ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ MP തന്നെ ആവശ്യപ്പെട്ടു. എന്താ പ്രശ്നം? അപ്പോഴാണ് സുരേഷ് ഗോപി തൃശ്ശൂരും ആലപ്പുഴയും തിരുവനന്തപുരം ഒക്കെ പറയുന്നത്. സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസഭയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അത് ഈ കോഴിക്കോടും കിനാനൂർ കേരളത്തിലെ LDF സർക്കാർ പ്രപ്പോസ് ചെയ്തത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് BJP-ക്ക് താല്പര്യമില്ല. അതാണ് പ്രശ്നം.